ഹായ് ഹായ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷാനി ഡാമൻസ് ഹോം. ഇന്ന് സൺഡേ ആണ്. സൺഡേ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി. ഇവിടെ അത്തങ്ങ പള്ളിയിൽ 11 മണിക്കൊരു കുർബാനയുണ്ട്. കുറേ കുർബാനയുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന് 11 മണിയുടെ കുർബാനക്ക് പോവുകയാണ്. അപ്പോൾ പള്ളിയിൽ പോയിട്ടുള്ള ചെറിയ വിശേഷങ്ങൾ, പള്ളിയിൽ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ അറിയത്തില്ല. ആൾ കൂടുതലാണെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും മടിയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണം. അപ്പോൾ പള്ളിയിൽ പോകുന്നൊരു ചെറിയൊരു രോഗമാണ് അല്ലേ ഇസൊക്കെ? ഓക്കെ, ടാറ്റ പറഞ്ഞിരുന്നു. പള്ളിയിൽ പോയിട്ട് വരാം. ടാറ്റ എന്ന് പറ. ടാറ്റ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കലുള്ള ഒരു പോക്കറ്റ് റോഡാണിത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് മെയിൻ റോഡിലേക്കാണ്. അപ്പോൾ ഇതാണ് റോഡ്. ഇതേ പള്ളിയിലെത്തി. പള്ളിയിൽ ഞങ്ങൾ ഇവിടെയാണ് സ്ഥിരം വണ്ടി പാർക്ക് ചെയ്യാറ്. ഒത്തിരി വണ്ടിയായി. ഇപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നിട്ടാണ് ഇവിടെ വണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയത്. അല്ലെങ്കിൽ അവിടെ എങ്ങും സ്ഥലം വെക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഇതാ ഇവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. 11 മണിയുടെ കുർബാനയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 10:45 തന്നെ പള്ളിയിലേക്ക് വന്നു. ഇസാക്കിന് കളിക്കുന്ന ഏരിയയാണ് ഈ കാണുന്നതല്ല. ഇസാക്കിന് ഓടി നടന്ന് കളിക്കാൻ പോവുകയാണ്. ഇസാക്കിന് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്ന് മിക്കവാറൊക്കെ ഇവിടെ നിന്ന് കളിക്കാറ്. ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും പള്ളിയുടെ അകത്തിരുന്ന് കുർബാന കൂടാനൊക്കത്തില്ല. എന്തായാലും പുറത്തോട്ട് തന്നെ വരേണ്ടി വരും. അപ്പം ഞങ്ങൾ ഓർത്തു പുറത്ത് തന്നെ ഇരുന്ന് കുർബാന കൂടുന്നതാണ് നല്ലതെന്ന് ഓർത്തു. ഈ സൺഡേ ആണെങ്കിലും ഒത്തിരി പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നത് കാരണം എപ്പോഴും തിരക്കായിരിക്കും പള്ളിയിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വന്ന് അവിടെ പുറത്താണെങ്കിൽ നമുക്ക് ഇരിക്കാൻ ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും കുർബാന തുടങ്ങുകൊണ്ട് ഞങ്ങൾ അത്ര പള്ളിയിൽ എടുത്തിട്ടുള്ളൂ. പള്ളിയിൽ നിന്ന് വന്നത് ഇസാക്ക് ഉറങ്ങിയിട്ടാണ് വന്നത്. പിന്നെ അവനെ എഴുന്നേൽപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് കൊടുക്കുവാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും സൺഡേ ബീഫില്ലാതെ പറ്റത്തില്ലല്ലോ. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീഫ് കറിയാണ്. അത് കിഴങ്ങൊക്കെ ഇട്ട് പാല് കറിയാണ്. പിന്നെ ബീൻസും അച്ചാറും ആയിരുന്നു. പള്ളിയിൽ നിന്ന് വന്ന് ഞാൻ ഡ്രസ്സ് പോലും മാറിയില്ല. കാര്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇസാക്കിനും കൂടെ ഫുഡ് കൊടുത്തു വന്നപ്പോൾ ഞാൻ ശരിക്കും ടയർഡായി. അങ്ങനെ 2 മണിയായി. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനം പറയുവാണ്. ജിനുവിൻ്റെ അച്ഛൻ ഇല്ല കേട്ടോ, പള്ളിയിൽ പോയി. അച്ഛൻ വൈകിട്ടത്തെ കുർബാനക്കാണ് പോയത്. ഇസാക്ക് അവിടെ എല്ലാം വെള്ളമെടുത്ത് ആ തിണ്ണയിലെല്ലാം വെള്ളമാക്കി. പിന്നെ ഞാനൊരു തുണിയൊക്കെ എടുത്ത് തുടച്ചു. ക്യാമറ കാണുമ്പോൾ ഉടനെ അവൻ ഹായ് പറയും. ക്യാമറ ഞാൻ അവിടെ വെച്ചിരുന്നു. അപ്പോൾ അത് കാരണം അവൻ അത് കണ്ടുപിടിച്ചു. അപ്പോൾ അവൻ പിന്നെ ഹായ് പറച്ചിലായി. പിന്നെ ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. ഈവനിങ് പ്രത്യേകിച്ച് ഇന്നും ഒന്നുമില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നത്. പിന്നെ മഴയൊക്കെ ഉള്ളത് കാരണം എൻ്റെ വീട്ടിലേക്കുള്ള പോക്ക് മുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്തു ഇനി എന്താ വീഡിയോ എടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജിനുവിൻ്റെ വയലിൻ വായനോട് കൂടി നമ്മൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. സൺഡേ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്. പ്രത്യേകിച്ച് ബഹളമാണ്. പ്രത്യേകിച്ച് ഇന്നൊന്നും ഇല്ലായിരുന്നു. ഒരു സാധാ ഒരു മഴ പിടിച്ച സൺഡേ. അപ്പം അതുകൊണ്ട് ഇത്രയും കൊണ്ട് നിർത്താമെന്ന് ഓർത്തു. പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നൈറ്റ് വ്ളോഗിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഈവനിങ് കൊണ്ട് നമ്മൾ ഈ വ്ളോഗ് നിർത്തുവാണ്. അപ്പോൾ ടാറ്റ പറഞ്ഞു. ബൈ ബൈ. സാക്ക് ഒരു ബൈ പറ. അവന് ഹായ് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. ബൈ പറയാൻ അറിയത്തില്ല.